എം മണി വാ തുറന്നാൽ അശ്ലീലമല്ലാതെ പറയില്ല. അദ്ദേഹം അശ്ലീലം പറയുകയോ തെമ്മാടിത്തരം പറയുകയോ പോക്കൃത്തരം പറയുകയോ ഉണ്ടത്തരം പറയുകയോ ഒന്നും വിഷയമല്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് എന്നുള്ളത് നമ്മളെ ആശങ്കപ്പെടുത്തുകയാണ്. മുൻ ഇലക്ട്രിസിറ്റി മന്ത്രിയായി എന്നുള്ളത് നമ്മളെ ആശങ്കപ്പെടുത്തുന്നതാണ്. 2 പ്രാവശ്യം MLA ആയിരുന്നു എന്നുള്ളത് നമ്മളെ ആശങ്കപ്പെടുത്തുന്നതാണ്. അങ്ങനെ അശ്ലീലം പറയുന്ന എല്ലാവരെയും എന്ത് പറഞ്ഞാലും ഒലത്തുക, ഉണ്ടാക്കുക എന്ന് പറയുന്ന നാടൻ ഭാഷ എന്ന് പറഞ്ഞിട്ട് തെറി പറയുക, പച്ചത്തെറി പറയുക. ഇന്നലെ ഒരു തെറി പറഞ്ഞിട്ടുണ്ട് അയ്യപ്പനെക്കുറിച്ച് പറഞ്ഞപ്പോൾ. അയ്യപ്പനെ ഒരു അമ്മ പ്രസവിച്ചതല്ലേ എന്ന് ചോദിച്ചാൽ അതൊരു മാന്യതയുണ്ട്. കേട്ടാൽ ഉടൻ ഛർദ്ദിച്ചതല്ലല്ലോ എന്ന് പറയുമ്പോഴാണ് മണി 4ാംകട മണിയാകുന്നത്. മണി യഥാർത്ഥ മണി 4ാംകട മണിയാകുന്നത് ഈ ഛർദ്ദിച്ചതല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ. ആരെക്കുറിച്ചാണ് ചോദിക്കുന്നത്? ശബരിമല അയ്യപ്പനെ കുറിച്ചാണ്. ഇവിടെയാണെങ്കിൽ പിണറായി വിജയൻ എങ്ങനെയെങ്കിലും ഹിന്ദുക്കളെ 4 വോട്ട് കിട്ടാൻ വേണ്ടി സുപ്രീം കോടതിയിൽ വരെ എഴുതി കൊടുത്തിരിക്കുകയാണ്. എന്താ? അത് മതപണ്ഡിതന്മാർ തീരുമാനിക്കട്ടെ, ഞങ്ങൾക്കിതിൽ പങ്കില്ല. ആ മത ആചാര്യന്മാരും പണ്ഡിതന്മാരും തീരുമാനിക്കണം, ഞങ്ങൾക്ക് അതാണ് ഞങ്ങളുടെ അഭിപ്രായം. നേരത്തെ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണം എന്ന് എഴുതി കൊടുത്ത അതേ പിണറായി വിജയൻ, കഴിഞ്ഞ ഗവൺമെൻറ്റിൽ എഴുതി കൊടുത്ത അതേ പിണറായി വിജയൻ സുപ്രീം കോടതി വിധി വന്നപ്പോൾ അവിടെ കനകദുർഗയും അമ്മിണിയെയും കനകദുർഗയും തുടങ്ങിയിട്ടുള്ള ബിന്ദു അമ്മിണിയെയും തുടങ്ങിയിട്ടുള്ള 3 സ്ത്രീകളെ അവിടെ, വനിതകളെ അവിടെ കയറ്റാൻ വലിയ ആവേശം കാണിച്ച ശ്രീജിത്ത് IPS കൂടെയൊക്കെ കൊണ്ടിങ്ങനെ ഹെൽമെറ്റുമൊക്കെ വെച്ച്, പോലീസിൻ്റെ ഹെൽമെറ്റുമൊക്കെ വെച്ച് ഏറിയും അടിയും കിട്ടാതെ ഒരു സ്ത്രീയെ ചുറ്റും പോലീസ് നിന്നൊക്കെ ശബരിമലയെ കയറ്റാൻ ശ്രമിച്ച് നമ്മൾ കണ്ടതാണ്. അപ്പോഴൊക്കെ പിണറായി ഊറിച്ചിരിക്കുകയായിരുന്നു, ഉറഞ്ഞു ചിരിക്കുകയായിരുന്നു. അങ്ങനെ ചിരിക്കുകയായിരുന്നു. എന്നിട്ട് അവസാനം 2 സ്ത്രീകളെ പാതിരാത്രി 3 മണി സമയത്ത് അമ്പലം അടച്ചിരിക്കുന്ന സമയത്ത് അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ 2 സ്ത്രീകളെ ഓടിച്ചിട്ട്, അതായത് ഉദ്യോഗസ്ഥന്മാർക്കും അവിടുത്തെ സ്ഥാപനങ്ങളെല്ലാം കൊണ്ടുപോകാൻ പോകുന്ന വഴിയിൽ കൂടെ അല്ല, ശബരിമല 18ാം പടി കൂടെ അല്ല, വഴിയിൽ കൂടെ 2 സ്ത്രീകളെ പാതിരാത്രി അതിൻ്റെ മുന്നിൽ കൂടെ ഓടിച്ചതിന് ശേഷം ഇതോ സ്ത്രീകളെ കയറ്റിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് അതിൽ അഭിമാനം കൊണ്ട പിണറായി വിജയൻ സാഷ്ടാംഗ പ്രണാമം നടത്തി ഇതാ ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പിണറായി രാവിലെയും വൈകിട്ടും അയ്യപ്പൻ്റെ ഫോട്ടോ വെച്ച് അതിൽ പൂജിക്കുന്നു. പിണറായിയുടെ ലോക്കറ്റ്, മാലയിട്ടിരിക്കുന്നതിൻ്റെ ലോക്കറ്റ് അയ്യപ്പൻ്റെ വിഗ്രഹം ഇട്ടിരിക്കുന്നു എന്നാണ് അറിയുന്നത്. അത്രയ്ക്ക് മാത്രം അയ്യപ്പ ഭക്തിയിലേക്കാണ് പോകുന്നത്. കമല ടീച്ചറും വീണയും ഒക്കെ ഇപ്പോൾ രാവിലെയും വൈകിട്ടുമൊക്കെ ശരണം വിളിയാണെന്നാണ് പറയുന്നത്. റിയാസും വിളിച്ചു തുടങ്ങി. കാരണം 4 വോട്ട് വേണം, അത്രയേ ഉള്ളൂ. ഇത്രയുള്ളതേ ഇവരുടെ കമ്മ്യൂണിസം, ഇത്രയുള്ളതേ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് തത്വശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ കമ്മിറ്റി എന്തോന്ന് ഉണ്ടപ്പൊരി. ഗോവിന്ദ മാഷ് പറയുന്നില്ല, ഇത്ര ഉളുപ്പുണ്ട്. MA ബേബി പറയുന്നില്ല. ഇത് കേൾക്കാനൊരു സമൂഹമുണ്ട്. അതാണ് കേരളത്തിൽ സങ്കടം. ഇത് കേട്ടാൽ വെള്ളം തൊടാതെ വിഴുങ്ങുന്നൊരു സമൂഹമുണ്ട്, ഒരു ബുദ്ധിജീവി സമൂഹമുണ്ട്. CPMൻ്റെ നേതാവ് പറയുകയാണ്, CPMൻ്റെ അഭിപ്രായം സ്ത്രീകളെ കയറ്റണമെന്നാണ്. അതായിരിക്കണമെന്നില്ല ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം. എന്താണിടേ ഇതെന്താണ് ശിവനെ കേൾക്കുന്നത്, അയ്യപ്പ കേൾക്കുന്നത്? CPMൻ്റെ അഭിപ്രായം സ്ത്രീകളെ അവിടെ കയറ്റണം. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഗവൺമെൻറ് CPMൻ്റേതല്ല. CPMൻ്റെ മാനിഫെസ്റ്റോ വെച്ച്, ഇടതുപക്ഷ ജനാധിപത്യയുടെ മാനിഫെസ്റ്റോ വെച്ച് AK സെൻറ്ററിൽ നിന്ന് തീരുമാനിച്ച് കാര്യങ്ങൾ വെച്ച് AK സെൻറ്ററിലെ പിണറായി വിജയൻ എന്ന CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ നയിക്കുന്ന മന്ത്രിസഭ CPMൻ്റെ അല്ല. ഇതൊരു ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയാണ്. അവർക്ക് എന്തും തീരുമാനിക്കാം. ഉളുപ്പ് വേണം. BSൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉളുപ്പ്. എന്താ പറയുന്നത്? ഒരിക്കൽ എഴുതി കൊടുക്കുന്നു, സ്ത്രീകളെ കയറ്റണം. പിന്നെ എഴുതി കൊടുക്കുന്നു, സ്ത്രീകളെ കയറ്റണ്ട. പിന്നെ എഴുതാൻ നിൽക്കുന്നു, മതപണ്ഡിതന്മാർ തീരുമാനിക്കട്ടെ, ആചാര്യന്മാർ തീരുമാനിക്കട്ടെ. ഇതല്ലേ നേരത്തെ എത്രയോ കാലമായി ആളുകൾ പറയുന്നത്? അമ്പലത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മതപണ്ഡിതന്മാരും അല്ലെങ്കിൽ ആചാര്യന്മാരും തന്ത്രിമാരും പോറ്റിമാരും അങ്ങനെ തടങ്ങുന്ന ആളുകളാണ് എന്ന്, ആചാര്യ സമൂഹമാണ് എന്ന് പ്രശ്നം വയ്ക്കുന്നവരും ജ്യോതിഷം വയ്ക്കുന്നവരും ആചാര സമൂഹമാണെന്ന് എത്രയോ കാലമായി പറയുന്നു. അപ്പോഴെല്ലാം അവരെ കുറ്റം പറയുകയും തള്ളിപ്പറയുകയും ചെയ്തതിന് ശേഷം ഇപ്പോഴിതാ പിണറായി വിജയൻ കൊണ്ട് ചാടിയിട്ടുണ്ട്. ശബരിമല അയ്യപ്പൻ സ്വാമിയെ ശരണമയ്യപ്പ. അങ്ങനെ മണി തെറി വിളിക്കുന്നു. പിണറായി വിജയൻ ഇന്നലെ തന്നെ മണിയെ വിളിച്ച് ആവശ്യമുള്ള തെറി കൊടുത്തിട്ടുണ്ടെന്നറിയുന്ന ഫോണിൽ ഇന്നലെ തന്നെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട്, മിസ്റ്റർ മണി കുറച്ച് ദിവസത്തേക്ക് വാ തുറക്കരുത്. നമ്മൾ എങ്ങനെയെങ്കിലും 4 വോട്ട് കിട്ടാനുള്ള കുഞ്ഞ് പരിപാടികൾ ചെയ്ത് ഹിന്ദുക്കളെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് കൊണ്ടുവരികയാണ്. നമ്മളും ഹിന്ദുക്കളെ കൂടെയാണ്, വിശ്വാസികളുടെ കൂടെയാണ് എന്നിങ്ങനെ വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ട് വരുമ്പോഴാണ് മണിയന്മാർ ഇതുപോലത്തെ ഗുലാം ജാം വർത്തമാനമായി വരുന്നത്. അത് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. അതുകൊണ്ട് മണിയോട് തൽക്കാലം ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കണ്ട എന്നാണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പിണറായി വിജയൻ അടുത്ത 1-ാം തീയതി മിക്കവാറും ഈ
9-ാം തീയതി തിരക്ക് കഴിഞ്ഞാൽ ഇലക്ഷൻ തിരക്ക് കഴിഞ്ഞാൽ 14 വിഷുവിന് മിക്കവാറും പിണറായി വിജയൻ ശബരിമല പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. വാസവനും മാലയിട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. സ്വാമിയെ ശരണമയ്യപ്പ എല്ലാവരും അങ്ങനെ ശരണം വിളിക്കുക, ശരണം വിളിച്ച് വോട്ട് ചെയ്യുക. എന്നിട്ട് അടുത്ത അഫിഡവിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് തീരുമാനിക്കാം വേറെ എന്ത് കൊടുക്കണമെന്ന്. എന്തായാലും തൽക്കാലം കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് മനോഹരമാണ്. സ്ത്രീകളെ കയറ്റണോ? കയറ്റണ്ടേ? എന്താ ചെയ്യേണ്ടത്? മതപണ്ഡിതന്മാരോടും ആചാര്യന്മാരോടും ചോദിച്ചിട്ട് ഇഷ്ടമുള്ളത് ചെയ്തോളൂ. സുപ്രീം കോടതിക്ക് ഒരു ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ സുപ്രീം കോടതി സജഷൻ ചോദിച്ചപ്പോൾ സുപ്രീം കോടതിക്ക് ഡയറക്ഷൻ കൊടുത്തിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു തീരുമാനം മന്ത്രിസഭ എടുത്തു എന്നറിയുന്നത് വളരെ സന്തോഷമുണ്ട്. എന്തായാലും കൊള്ളാം, കാര്യങ്ങൾ ഇങ്ങനെ തിരിഞ്ഞു വരാം. അപ്പോൾ ഇനി എന്തെങ്കിലും ഈ പിണറായി വിജയൻ ചെയ്യാനുണ്ടെങ്കിൽ വോട്ട് കിട്ടാൻ വേണ്ടി LDFന് വോട്ട് തരാം, ഞങ്ങൾ വോട്ട് തരാം, ഇതുകൂടി ചെയ്തതാ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ദയവായി സെക്രട്ടേറിയറ്റിൽ കൊണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ ക്ലിഫ് ഹൗസിൽ കൊണ്ട് കൊടുക്കണം. എല്ലാം ചെയ്തു തരാനിരിക്കുകയാണ്. അതിൽ ഒരാശയമില്ല, ഒരാദർശമില്ല, ഒരു തത്വമില്ല, തത്വാധിഷ്ഠിതമില്ല, ഒന്നുമില്ല. നിങ്ങളിങ്ങോട്ട് പ്രപ്പോസൽ കൊണ്ടുവരിക, ഞങ്ങൾ ചെയ്തു തരും എന്നുള്ള നിലയിൽ. കാരണം ഞങ്ങൾക്ക് എന്ത് മതി? വോട്ട് മതി. ഇതിനെയാണ് പറയുന്നത് പ്രീണനം, മതപ്രീണനം, ജാതി പ്രീണനം. ഇത് ആദ്യം മുസ്ലിങ്ങളിൽ പ്രയോഗിച്ച് നോക്കി, പിന്നത് ക്രിസ്ത്യാനികളിൽ പ്രയോഗിച്ച് നോക്കി, ഇപ്പോൾ മനോഹരമായ രീതിയിൽ ഹിന്ദുക്കളിൽ പ്രയോഗിച്ച് നോക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ വെച്ച് പ്രയോഗിച്ച് നോക്കി, NSSൻ്റെ സുകുമാരൻ നായരെ വെച്ച് പ്രയോഗിച്ച് നോക്കി, എന്നിട്ടും UDF തന്നെ ഇടിച്ച് കയറുന്ന കണ്ടുകൊണ്ട് ഇപ്പോഴത്തെ നേരിട്ടിറങ്ങി അയ്യപ്പനുമായി ഡീലുണ്ടാക്കി ഒരു നല്ല വലിയ ബന്ധമുണ്ടാക്കിയിട്ട് ഇപ്പോൾ ഒരു ഉത്തരവല്ല, ഒരു പ്രമേയം പാസ്സാക്കിയിരിക്കുകയാണ് കേരള മന്ത്രിസഭ. ആചാര്യന്മാരും പണ്ഡിതന്മാരോടും ചോദിച്ച് തീരുമാനമെടുത്തോളൂ, ഞങ്ങൾക്കിതിൽ അഭിപ്രായമില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ അഭിപ്രായം അറിയാൻ കേരള സമൂഹത്തിലെ 2 വിഭാഗക്കാർക്കും ആഗ്രഹമുണ്ട്. വിശ്വാസി സമൂഹത്തിന് ആഗ്രഹമുണ്ട് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണ്ട എന്ന് നിങ്ങൾ പറയുമോ? അതുപോലെ തന്നെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന, ഇടതുപക്ഷത്ത് നിൽക്കുന്ന ബുദ്ധിജീവികളും യുക്തിവാദികളും തീവ്ര ഇടതുപക്ഷവാദികൾക്കും ഒക്കെ അറിയാനുണ്ട്, നിങ്ങൾ ശബരിമലയിൽ കയറ്റാൻ എണ്ണം എന്ന് എഴുതി കൊടുക്കുമോ? രണ്ടിലുമല്ല, ഞഞ്ഞ വിഞ്ഞ എന്ന് പറഞ്ഞ് 2 വള്ളത്തിൽ കാല് ചവിട്ടി യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് മാറി മതപണ്ഡിതന്മാരെയും ആചാര്യന്മാരെയും മണ്ടയിൽ കൊണ്ടുവച്ച പിണറായിയുടെ ബുദ്ധി കേരളത്തിൽ ഓടില്ല. 2 കൂട്ടരുടെ ഓട്ടം കിട്ടാൻ പോകുന്നില്ലെന്നുള്ളതാണ് വെളുക്കാൻ തേച്ചത് പാണ്ടാകും.